അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 5 ക്രിയേറ്റീവ് ഇൻസ്റ്റാഗ്രാം ടിപ്സ് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോട്ടോ സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് 5 രീതിയിലുള്ള ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആണ്. എങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് ചെയ്യാം, നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എസ് ക്രിയേറ്റീവ് ഡിസൈൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ സ്റ്റോറി ആയിട്ട് ഒരു ഫോട്ടോ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് സൂം ഇൻ ചെയ്ത് സ്ക്രീനിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ബ്രഷ് എന്ന ടൂൾ എടുക്കുക. ബ്രഷ് എന്ന ടൂൾ എടുത്തതിന് ശേഷം ബ്ലാക്ക് കളർ ചൂസ് ചെയ്യാം. ബ്ലാക്ക് കളർ ചൂസ് ചെയ്തതിന് ശേഷം സ്ക്രീനിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ബ്ലാക്ക് ആയിരുന്നു. അതിനുശേഷം ഇറേസർ എടുത്തതിന് ശേഷം നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് ഇറേസ് ചെയ്യാൻ കൊടുക്കുക. അതിൻ്റെ സൈസ് ഫുള്ളായിട്ട് കുറച്ച് ഇതേപോലെ അങ്ങ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ലൈൻ ആർട്ട് നമ്മൾ കാണാൻ സാധിക്കും. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടിപ്പ് നമ്പർ 2, സ്റ്റോറിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യാം. ഞാൻ ഒരു ബ്ലാക്ക് ഇമേജ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഒരു coolsymbol.com എന്നൊരു വെബ്സൈറ്റിലേക്ക് കയറി നിങ്ങൾക്ക് എഴുതാൻ ആവശ്യമുള്ളത് അവിടെ എഴുതാം. ഏകദേശം നിങ്ങൾ എഴുതിയതിൻ്റെ പോലത്തെ കുറേ അവിടെ നല്ല നല്ല ഫോണ്ടുകൾ കാണാൻ സാധിക്കും. നിങ്ങൾക്കതിൽ ഏതാണ് വേണ്ടത്, നിങ്ങൾക്കത് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ ഒരു ഫോണ്ട് കോപ്പി ചെയ്യാമെന്ന്. കോപ്പി ചെയ്തതിന് ശേഷം അതിനെ നേരെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഓപ്പൺ ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഈ വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. coolsymbol.com എന്നൊരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇത് നേരെ പോയി അവിടെ നിന്നും സ്ക്രീനിലേക്ക് ഇങ്ങനെ ഒത്തിപ്പിടിച്ച് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത ശേഷം നമുക്കിവിടെ ഒരു അവിടെ കോപ്പി ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇതാണ് നമ്പർ 3. ഇപ്പോൾ ന്യൂ പോസ്റ്റ് ഇടുന്ന സമയത്ത് അത് നമ്മൾ സ്റ്റോറിയിൽ മെൻഷൻ ചെയ്യുന്നതാണ്. അതല്ലാതെ നമുക്ക് അതുമായി അവിടെ ഒരു ഹാർട്ട് സിമ്പിൾ എടുത്ത് അതിന് ഫുള്ളായിട്ടൊന്ന് സൂം ഇൻ ചെയ്ത് അതിൻ്റെ വൈറ്റ് ഷാഡോ കോർണറിൽ വരുന്ന പോലെ ചെയ്ത് അതിൽ സെർച്ച് ബാറിൽ പോയിട്ട് ടാപ്പ് ഹിയർ എന്ന് സെർച്ച് ചെയ്തപ്പോൾ നമ്മളത് ടാപ്പ് ഹിയർ എന്നൊരു സെർച്ച് ബാറിൽ പോയിട്ട് ടാപ്പ് ഹിയർ എന്ന് എടുത്ത ശേഷം നമുക്കത് ടാപ്പ് ഹിയർ എന്നൊരു ഓപ്ഷനൊക്കെ ഇട്ട് നിങ്ങൾക്ക് സ്റ്റോറിയിൽ മെൻഷൻ ചെയ്യാം. എന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത് ഏതാണ്. ടിപ്പ് നമ്പർ 4, നിങ്ങൾ സ്റ്റോറിയിൽ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യും. ഇപ്പോൾ ഇമേജ് ഓപ്പൺ ചെയ്ത ശേഷം ബ്രഷ് ടൂളിൽ പോയിട്ട് ബ്ലാക്ക് സെലക്ട് ചെയ്ത് സ്ക്രീനിലേക്ക് ഒന്ന് ഒത്തിപ്പൊടിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഇറേസ് എന്നൊരു ഓപ്ഷൻ എടുത്ത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എഴുതാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്രിയേറ്റീവാണ്. ഇതേപോലെ എഴുതാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ടിപ്പ് നമ്പർ 5, നിങ്ങൾക്ക് ഒരേ സ്റ്റോറിയിൽ 2-3 ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നേരെ സെർച്ച് ബാറിൽ പോയതിനു ശേഷം അവിടെ ഒരു ഇമേജ് എടുക്കാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ഏതാണ് ഇമേജ് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിന് ഞാനൊരു 3 ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ ഇത് ഇതാണ്. തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.